ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്കിത് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരു 3 വിസിൽ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇതിൽ ചേർക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, 2 ഏലക്കായ്, 3 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകവും കുറച്ച് ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ ചെറിയ ജീരകം ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. അതും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും നന്നായി വഴറ്റിയെടുക്കണം. കാരണം ഈ വഴറ്റുന്നതിലാണ് നമ്മുടെ കറിൻ്റെ എല്ലാം ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വഴന്ന് വന്നതിന് ശേഷം മാത്രം ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 തക്കാളിയാണ്, വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി വെറുതെ ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ എന്ത് കറി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെല്ലാം സിമ്മിലിട്ട് മാത്രമേ ചെയ്യാവൂ. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് സിമ്മിലിട്ട് മാത്രം ചെയ്യാം. ഓക്കെ. ഇതിന് ശേഷം ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക. തക്കാളിയിലൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ നന്നായിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ പൊട്ടാറ്റോവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പൊട്ടാറ്റോ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പൊട്ടാറ്റോ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് കുറച്ചും കൂടി തിക്നെസ് കൂട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓരോ ആൾക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 1 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരു 3 വിസിൽ വന്ന പാടന്നെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഇട്ടതാണ്. അപ്പോൾ എനിക്കൊരു പൊട്ടാറ്റോ കറിയും കിട്ടി. അപ്പോൾ 2 in 1 കറി എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പിന്നെയാണ് ഞാൻ അതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ വീട്ടിൽ വെജിറ്റേറിയൻസ് ഒന്നും ഇല്ലേ, കുഴപ്പമില്ല. എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ചിക്കൻ പീസസ് ഇട്ട് ഒരു 3 വിസിലിന് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മാത്രമേ വെജിറ്റേറിയൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കറിയാക്കുന്നതിന് പകരം ഞാൻ ആദ്യം തന്നെ ഒരു 3 വിസിൽ വെച്ചിട്ട് അത് കറി മാറ്റിയെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം 3 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ കറി വേണമെങ്കിൽ 2 in 1 കറി എന്നും വേണമെങ്കിൽ വിളിക്കാം. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ആയല്ലോ കറി. ഒരു ഇതിൽ തന്നെ 2 പേർക്കുള്ള കറിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഇതിൽ ഒരുവിധം എല്ലാ പൊടികളും ഇടുന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച ഒരു ദിവസം കൂടി ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അന്ന് തന്നെ ചിക്കൻ കറി തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ്. ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ വേറൊരു വീഡിയോ